أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عاملة ناصبة تصلى نارا حامية. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ച നാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മന്ദിരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ വേദനകളില്ലാത്ത, മാനസിക സംഘർഷങ്ങളില്ലാത്ത, അനശ്വരമായ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി നാളെ പരലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ മദീനയിൽ നിന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യത്തെ ഖാദിസിയയിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞയക്കുകയുണ്ടായി. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവും സൈന്യവും മദീനയിലേക്ക് ഖാദിസിയയിലേക്ക് തിരിച്ചതു മുതൽ ആ യുദ്ധത്തിൻ്റെ യുദ്ധവിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. യുദ്ധം കഴിഞ്ഞവർ മടങ്ങി വരാനുള്ള സമയവും സന്ദർഭവുമൊക്കെ ആയപ്പോൾ മദീനയുടെ ബോർഡറിൽ പോയി ഏതെങ്കിലും ദൂതന്മാർ വരുന്നുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദൂതൻ കുതിരപ്പുറത്ത് അതിവേഗത്തിൽ കടന്നു വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ ഉറക്ക വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരക്കിലാണ്, ഞാൻ ഈ യുദ്ധത്തെക്കുറിച്ചുള്ള വിവരം അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ എനിക്ക് അറിയിക്കേണ്ടതുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട് ആ ദൂതൻ മദീനയിലേക്ക് വെപ്രാളപ്പെട്ട് യാത്ര ചെയ്യുകയാണ്. തൊട്ടു പിന്നാലെ ഉമർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ പിന്നാലെ യാത്ര തുടർന്നു. മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തൻ്റെ അനുചരന്മാർ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടപ്പോഴാണ് ആ ദൂതന് മനസ്സിലായത്, ഞാൻ അവിടെ വെച്ച് കണ്ടത് ഉമറിനെയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് ആ ദൂതൻ വന്നിട്ട് പറഞ്ഞു, താങ്കൾ എന്നോട് അവിടെ വെച്ച് ഞാൻ ഉമറാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങി ഈ വിവരങ്ങളൊക്കെ പറയുമായിരുന്നല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ആ വാക്കുകളിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ ദൂതനോട് ചോദിച്ചു, യുദ്ധത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? മുഖപ്രസന്നതയോടുകൂടി ആ ദൂതൻ പറഞ്ഞു, യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചു അമീറുൽ മുഅ്മിനീൻ.
രണ്ടാമതായി ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ യുദ്ധത്തിൽ ആരൊക്കെയാണ് രക്തസാക്ഷികളായത്? ആ ദൂതൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നയാളുടെ മകൻ ഇന്നയാൾ മരണപ്പെട്ടു, ഓരോ പേരുകളും എടുത്തു പറഞ്ഞിട്ട് അവസാനം ആ ദൂതൻ പറയുകയുണ്ടായി, വഅഖ്വാമുൻ ആഖറൂൻ ലാ യഅലമു അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ, ചില മനുഷ്യർ ആ ധർമ്മ സമരത്തിൽ രക്തസാക്ഷികളായി, പക്ഷെ അവരുടെ ഊരും പേരും അഡ്രസ്സും ഒന്നും എനിക്കറിയില്ല അമീറുൽ മുഅ്മിനീൻ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു കൊണ്ട് സങ്കടം കൊണ്ട് വിതുമ്പുകയാണ്. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യളുറുഹും അല്ലാ യഅരിഫുഹും ഉമർ. ഈ നിസ്സാരനായ ഉമർ അവരെ കുറിച്ച് അറിഞ്ഞിട്ടൊരു കാര്യവുമില്ല, പക്ഷേ പക്ഷേ അവരെ കുറിച്ച് ആ യുദ്ധത്തിൽ ഊരും പേരും അറിയാത്ത, ഊരും പേരും അറിയാൻ ആഗ്രഹിക്കാത്ത ആ അനുചരന്മാരാരാണ് എന്നും അവരുടെ ആ മഹിതമായ സ്ഥാനമെന്താണ് എന്നും ഈ ഭൂമിയിൽ ആരും ചർച്ച ചെയ്തില്ലെങ്കിലും ഉപരിലോകത്ത് ആ മനുഷ്യരെ കുറിച്ച് അള്ളാഹു അവരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഉപരിലോകത്ത് മലക്കുകളോട് ആത്മാഭിമാനം കൊള്ളുമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുതുബയുടെ ആമുഖമായി ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുന്നിൽ വെച്ചത്, ആ യുദ്ധമുഖത്ത് അള്ളാഹുവിൻ്റെ ധർമ്മസമരത്തിൽ പങ്കെടുത്തിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആ മനുഷ്യരെ കുറിച്ച് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. അങ്ങനെ അറിയണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നുമില്ല. അവരാഗ്രഹിച്ചിരുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിൻ്റെ പ്രീതിയും അവന്റെ പൊരുത്തവും അവന്റെ കയ്യടിയും അവന്റെ ആശംസകളും മാത്രമാണ് സാത്വികന്മാരായ മഹാനുഭാവന്മാർ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, സമകാലിക സാഹചര്യം നമുക്കറിയാം. ഈ ലോകത്ത് എന്തെങ്കിലും ചെറിയ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ജീവിതം പോലും ഒരു ചെറിയ കാലയളവിലാണ് നാം ഇവിടെ ജീവിക്കുന്നത്. ഈദുൽ അദ്ഹയുടെ ഖുതുബയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് യാത്ര തിരിച്ച് ഇവിടേക്ക് വരുമ്പോൾ ഞാനുമായി ആത്മബന്ധമുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പ അനന്തപുരി ഹോസ്പിറ്റലിലാണ്, ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്, പ്രത്യേകം ഖുതുബയിൽ ഒന്ന് ദുആ ചെയ്യണം. വൈകുന്നേരം ആ സുഹൃത്തിനോടുള്ള ആത്മബന്ധം കൊണ്ട് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ആ മനുഷ്യനെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം മരണപ്പെട്ടു വന്ന ഫോട്ടോയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ കണ്ട മനുഷ്യൻ ഇന്ന് പ്രഭാത നമസ്കാരത്തിന് വരുമ്പോ ഒരു ഹൃദയസ്തംഭനം മൂലം കൊഴഞ്ഞു താഴെ വീണ് മരണപ്പെട്ട നിരവധി മനുഷ്യരുടെ വർത്തമാനങ്ങൾ കേട്ടിട്ട് നമ്മളിവിടെ ആരോഗ്യത്തോടെ ജീവിക്കുന്നത് എൻ്റെ ആരോഗ്യവും എൻ്റെ വിടുപിടുക്കും കൊണ്ടല്ല പ്രിയമുള്ളവരെ. ഈ താൽക്കാലികമായ പരിമിതമായ കാലയളവിൽ നാം ഇവിടെ ജീവിച്ചിട്ട് തുച്ഛമായ സൽക്കർമ്മങ്ങളുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന നാം, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രകടനാത്മകതകൾ കൊണ്ട്, പത്താളത് കാണട്ടെ എന്ന ആഗ്രഹം കൊണ്ട്, നാട്ടിൽ എനിക്കൊരു പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകണം എന്ന ആഗ്രഹവും എന്ന ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് രൂഢമൂലമാകുമ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാശിയയിലൂടെ അല്ലാഹു പഠിപ്പിച്ചത് ആമിലതുൻ നാസിബ. ചില മനുഷ്യരുണ്ട്, അവർ കർമ്മനിരതരാണ്, അവർ കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും അവരേറെ കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിക്കുകയും ചെയ്തവരാണ്. പക്ഷേ നാളെ പരലോകത്തെത്തുമ്പോ സൽക്കർമ്മങ്ങളും പുണ്യങ്ങളും നിറഞ്ഞ് റബ്ബിന്റെ മുന്നിലേക്ക് എത്തുമ്പോ തസ്ലാ നാറൻ ഹാമിയ, അല്ലാഹുവിന്റെ നരകാഗ്നിയിലേക്കാണ് അവരെ ക്ഷണിക്കുന്നത്. കാരണം
അവർ ചെയ്ത ആരാധനകൾ, അവർ ചെയ്ത ദാനധർമ്മങ്ങൾ, അവർ ചെയ്ത ഹജ്ജ്, അവർ ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെയും നാലാള് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആരും അറിയാതെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിശാചുണ്ടാക്കിയെടുത്ത റിയാ എന്ന പ്രകടനാത്മകത എന്ന രോഗം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോ നമ്മുടെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പ്രിയമുള്ളവരെ, ആ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നമ്മളിലേക്ക് കടന്നു വരും. പെട്ടെന്ന് രാവിലെ തൊഴിലിടത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ ശരീരത്തിനൊരു ചെറിയ വേദന അനുഭവപ്പെട്ടു. വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയ നാം പിന്നീട് അവിടെ നിന്നൊരു ആംബുലൻസിലേക്ക്, അതിനേക്കാളും വലിയൊരു ഹോസ്പിറ്റലിലേക്ക് നാം പോകുന്നു. രോഗങ്ങളും പ്രതിസന്ധികളും വന്നിട്ട് മരണാസന്നനായി കിടക്കുമ്പോ, ഐസിയുവിലും വെന്റിലേറ്ററിലും നാം ഒറ്റയ്ക്ക് കിടക്കുമ്പോ, നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും ഇല്ലാതെ ആ ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിന്റെ ഉള്ളിൽ നാം കിടക്കുമ്പോ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ പാതിരാവിൽ ആരും കാണാതെ എഴുന്നേറ്റ് നിന്ന് നാം നമസ്കരിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ഏങ്ങിക്കരഞ്ഞ സൽക്കർമ്മങ്ങൾ എൻ്റെ കൈവശമുണ്ട്. എൻ്റെ ഭാര്യ അറിയാതെ, എൻ്റെ ഭർത്താവ് അറിയാതെ ഞാൻ മറ്റുള്ളവരെ സഹായിച്ച അനവധി നിരവധി സഹായ ഹസ്തങ്ങൾ എൻ്റെ റബ്ബെന്നെ പാഴാക്കുകയില്ല എന്ന ആ ബോധ്യവും ബോധനവും, അങ്ങനെയുള്ള വല്ല കർമ്മങ്ങളും നമ്മുടെ അക്കൗണ്ടിലുണ്ടോ? നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് പരിശോധിക്കുക പ്രിയമുള്ളവരെ. ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, എൻ്റെ അയൽവാസികളെയും എൻ്റെ സമൂഹത്തെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, എൻ്റെ കുടുംബത്തിലെ പലരെയും ഞാൻ അവർക്കിടയിൽ ഉന്നതനായ ഒരു വ്യക്തിയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല. റബ്ബിന്റെ മുന്നിൽ ഞാൻ ഏകാന്തതയുടെ ഖബറിൽ എനിക്ക് ആശ്വാസം കിട്ടണം. നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹുവിന്റെ പരലോകത്ത് തടസ്സങ്ങൾ കൂടാതെ എനിക്ക് പോകണമെങ്കിൽ എൻ്റെ കൈവശം നിഷ്കളങ്കമായ, പ്രകടനാത്മകതയില്ലാത്ത, അള്ളാഹുവിന്റെ പ്രീതിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഏതൊരു ദുരന്തമുഖത്തും ഏതൊരു പ്രതിസന്ധിയിലും നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മളുടെ രഹസ്യമായ ആരാധനകൾ, നമ്മുടെ രഹസ്യമായ ദാനധർമ്മങ്ങൾ നമുക്കവിടെ ഉപകാരപ്പെടും. നമ്മുടെ മനസ്സിന് സാന്ത്വനമേകും. മനസ്സിൽ ഹൃദയസ്തംഭനം വന്ന് ഓക്സിജന്റെ ലെവല് താഴോട്ട് പോകുമ്പോഴും മനസ്സ് വെപ്രാളപ്പെടാതെ, മനസ്സാശങ്കിക്കാതെ, ഭയവിഹ്വലതയിലേക്ക് പോകാതെ നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് നമുക്കൊരാത്മവിശ്വാസം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്ന കർമ്മങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് എണ്ണി നോക്കുക പ്രിയമുള്ളവരെ. അങ്ങനെ ഇഖ്ലാസുള്ള കർമ്മങ്ങൾ നമ്മുടെ കൈവശമുണ്ടോ? ഏതൊരു ദുരന്തമുഖത്തും അള്ളാഹു നമ്മെ സഹായിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന പൂർവികരായ 3 മനുഷ്യരുടെ സംഭവം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 3 സഹോദരന്മാർ ഒരു യാത്ര ആരംഭിച്ചു. ആ യാത്രക്കിടയിൽ ശക്തമായ പേമാരിയും മഴയും ശക്തമായപ്പോ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് അവർ അഭയം തേടി. ശക്തമായ മഴയിലും പേമാരിയിലും ആ ഗുഹയുടെ മേൽഭാഗത്തുണ്ടായിരുന്ന ഒരു വലിയ പാറ മേളിൽ നിന്നും ഉരുണ്ടുവന്ന് അവരുടെ ഗുഹാമുഖം അടയ്ക്കപ്പെട്ടു. അതിന്റെ കവാടം അടയ്ക്കപ്പെട്ട് ശ്വസനം പോലും തടസ്സമാകുന്ന അവസ്ഥയിൽ മറ്റൊരാളും അവിടെയില്ല. നാം ചിന്തിച്ചു നോക്കുക, ആറ്റിങ്ങൽ ടൗണിൽ നാം ഒരു ഓഫീസിലേക്ക് പോയിട്ട് ആ ഓഫീസിന്റെ 7ാമത്തെ ഫ്ലോറിലേക്ക് കയറാൻ വേണ്ടി നാം ആ ലിഫ്റ്റിലേക്ക് കയറി. ആ ലിഫ്റ്റിലേക്ക് കയറിയിട്ട് 2ാമത്തെ ഫ്ലോറിലേക്ക് എത്തിയപ്പോ അതിന്റെ ലൈറ്റ് ഓഫായി. പെട്ടെന്ന് ആ ലിഫ്റ്റ് ട്രിപ്പായി നിന്നാൽ നാം ആ ഏകാന്തതയിൽ വല്ലാതെ ഭയപ്പെട്ടു പോകും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ആ 3 മനുഷ്യർ ആ ഗുഹാമുഖത്തകപ്പെട്ടപ്പോൾ ആ 3 പേരിൽ മതബോധമുള്ള, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് നിരത്തി വെച്ചിട്ട് ഈ ദുരന്തമുഖത്ത് നിന്ന് അള്ളാഹുവിനോട് സംരക്ഷണം തേടുക. 3 പേരിൽ ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു,
പടച്ച റബ്ബേ, രോഗികളായ ഉപ്പയും ഉമ്മയും എനിക്കുണ്ടായിരുന്നു. വനാന്തരങ്ങൾക്കുള്ളിൽ വിറക് വെട്ടി മാർക്കറ്റിൽ കൊണ്ടുവന്ന് അത് കച്ചവടം ചെയ്തിട്ടാണ് ഞാൻ കുടുംബം പോറ്റിയിരുന്നത്. ഒരു ദിവസം ഞാൻ ഭക്ഷണവും പാലുമായി വീട്ടിലേക്ക് ഞാൻ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പാതിരാവിനോടടുത്തു. വിശന്ന് പരവശയായ എൻ്റെ ഉപ്പയും ഉമ്മയും ഉറക്കത്തിലേക്ക് കണ്ടുപോയി. എൻ്റെ മക്കളും എൻ്റെ കുടുംബവും വല്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ടപ്പോ ഞാൻ എൻ്റെ ഉപ്പയുടെ മുന്നിൽ ആ ഭക്ഷണ പാത്രവുമായി കാത്തുനിന്നു. എൻ്റെ മക്കൾ എന്നെ വിളിച്ചു ചോദിച്ചപ്പോ, ഉപ്പയും ഉമ്മയും എണീക്കട്ടെ മക്കളെ, എന്നിട്ട് നമുക്കൊരുമിച്ചു ഭക്ഷണം കഴിക്കാം. പ്രഭാതത്തോടടുത്തപ്പോ അവർ ഉറക്കം എഴുന്നേറ്റു. പടച്ച റബ്ബേ, എൻ്റെ മാതാപിതാക്കളെ ഞാൻ പരിചരിച്ചത്, എൻ്റെ ഉമ്മയെയും ഉപ്പയെയും നാം പരിചരിച്ചത്, അതുമല്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ പള്ളിയിലേക്ക് വരാൻ കഴിയാതെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ പ്രാഥമികമായ കൃത്യങ്ങളും നിർവഹിച്ചു കഴിയുമ്പോൾ ആ ഉപ്പയെ ശുശ്രൂഷിക്കുന്നതിലൂടെ ഞാൻ ആഗ്രഹിച്ചത്, പടച്ചവനെ, നിന്റെ പ്രീതി മാത്രമാണ്. അതിലൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചത്, പടച്ച റബ്ബേ, അല്ലാഹുമ്മ ഇൻ കുന്ത ഫഅൽതു ദാലിക ബിതിഗാഅ വജ്ഹി റബ്ബിക്, റബ്ബേ, നിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ്, നിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ടാണ്, നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ആ കർമ്മം ചെയ്തത്. അതുകൊണ്ട് എന്ത് വേണം? ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹ്, നാം അകപ്പെട്ട ഈ ദുരന്ത മുഖത്ത് നിന്ന് ഞങ്ങളെ നീ സുരക്ഷിതമാക്കണമേ. ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു, അതിന്റെ ആ പാറ കുറച്ചു ഭാഗം നീങ്ങി. പക്ഷേ ലാ യസ്തതിഊനൽ ഖുറൂജ മിൻഹാ, അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർക്ക് കഴിയില്ല. രണ്ടാമത്തെ വ്യക്തി അല്ലാഹുവിന്റെ മുന്നിൽ നിരത്തി പ്രാർത്ഥിച്ചു, റബ്ബേ, എന്റെ പിതൃവ്യയായ ഒരു പുത്രി ഉണ്ടായിരുന്നു, ഞാൻ മറ്റാരോടും പറഞ്ഞിട്ടില്ല. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വികാരവും ആഗ്രഹവും, ആ പെൺകുട്ടിയുമായി എനിക്കൊന്ന് ശാരീരികമായൊന്ന് ലയിക്കണം, ശാരീരികമായൊന്ന് ബന്ധപ്പെടണം, എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ പല സന്ദർഭങ്ങളിലും ആ പെൺകുട്ടി അവിടെ നിന്നൊക്കെയും കുതറി മാറി. ഒരവസരത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ എൻ്റെ മുന്നിലേക്ക് വന്നപ്പോ ഞാനൊരു ഉപാധി വെച്ചു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിനക്ക് വേണ്ടുന്നതൊക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം സാധിപ്പിച്ചു തരണം. ആ പെൺകുട്ടി മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചിട്ട് അവസാനം വ്യഭിചാരം പ്രവർത്തിക്കുന്നതിന് വേണ്ടി വീടിന്റെ ഡോറുകളും കവാടങ്ങളും ജനാലകളും എല്ലാം അടച്ചു. ഒരു CC ക്യാമറയും ആ വൃത്തികേട് ഒപ്പിയെടുക്കുമില്ലെങ്കിലും ആ പെൺകുട്ടി വ്യഭിചാരത്തിന്റെ സന്ദർഭത്തോടടുക്കുമ്പോ ആ സഹോദരനോട് പറഞ്ഞു, ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, പടച്ച റബ്ബിനെ സൂക്ഷിക്കണേ. റബ്ബേ, നിന്നെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ എന്റെ വിചാരങ്ങളൊക്കെ ഞാൻ ഒതുക്കി നിർത്തിക്കൊണ്ട് ആ പൈശാചികതയിൽ നിന്ന് മാറിയത് റബ്ബേ നിന്നെ കുറിച്ചുള്ള പേടിയാണ്, റബ്ബേ നിന്നെ കുറിച്ചുള്ള ഓർമ്മയാണ്. അതുകൊണ്ട് പടച്ച റബ്ബേ, അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ബിതിഗാഅ വജ്ഹിക്, ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് നിന്റെ പ്രീതിയെ മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് വേണം? ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹ്, ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ ദുരന്ത മുഖത്ത് നിന്ന് ഞങ്ങളെ സുരക്ഷിതമാക്കണം. ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു, ആ പാറ കുറച്ചുകൂടെ മാറി. പക്ഷേ ലാ യസ്തതിഉനൽ ഖുറൂജ മിൻ, അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യമല്ല. മൂന്നാമത്തെ മനുഷ്യനും അല്ലാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എനിക്കൊരു തൊഴിലിടമുണ്ടായിരുന്നു, ആ തൊഴിലിടത്തിൽ ധാരാളം പണിക്കാര് ജോലിക്ക് കടന്നു വരും. പക്ഷേ ഒരു സഹോദരൻ ജോലിക്ക് കടന്നു വന്നിട്ട് അയാൾക്ക് കൂലിയും വേതനവും വാങ്ങേണ്ട സമയമായപ്പോ ആ സഹോദരൻ എങ്ങോട്ടോ പോയി. പക്ഷെ അയാളുടെ കൂലി എൻ്റെ കൈവശം ഒരു ബാധ്യതയായി ഉണ്ടായിരുന്നു. ഞാൻ ആ കൂലി കൊണ്ട് ഒരാടിനെ വിലയ്ക്ക് വാങ്ങി. ആ ആട് വീണ്ടും വീണ്ടും പെറ്റുപെരുകി വലിയൊരു മലഞ്ചെരുവായി. അതിൽ നിന്ന് ധാരാളം ഒട്ടകങ്ങളും അതിൽ നിന്ന് ധാരാളം മൃഗങ്ങളും ഞാൻ വാങ്ങി. കുറേ വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, യാ അബ്ദല്ലാ ഇദ്ദീലയ്യാജിരി, വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ പണിസ്ഥലത്ത് പണിയെടുത്ത വ്യക്തിയാണ് ഞാൻ.
ഞാനിപ്പോ വല്ലാത്ത പ്രയാസവും പ്രതിസന്ധിയിലുമാണ്, ആ കൂലി എനിക്ക് തന്നാൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു എന്ന് പറയുമ്പോ ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, ഈ കാണുന്ന ഒട്ടക കൂട്ടങ്ങളും മാടും ഇതെല്ലാം മുഴുവനും ഈ മലഞ്ചെരുവിൽ കാണുന്ന മൃഗങ്ങളൊക്കെയും നിനക്കുള്ളതാണ് സഹോദര എന്ന് പറയുമ്പോ ആ സഹോദരൻ പറഞ്ഞു, താങ്കൾ എന്നെ അപഹസിക്കരുത്, എന്റെ കൂലി തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു തൊഴിലാളിയോടുള്ള കടമയാണ് മുതലാളിക്ക് വലിയൊരു പാഠമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, തന്റെ മൂലധനം ഞാൻ വളർത്തി വലുതാക്കിയതാണ് ഈ കാണുന്നതൊക്കെയും. ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരെണ്ണം പോലും എനിക്ക് വെക്കേണ്ട ആവശ്യമില്ല, താങ്കൾക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അദ്ദേഹം ഒരെണ്ണം പോലും ബാക്കിയാക്കാതെ അതിനെയെല്ലാം അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി. ഞാനത് മുഴുവനും ആ സഹോദരന് വിട്ടുകൊടുത്തത് റബ്ബേ നിന്നെ കുറിച്ചുള്ള ഓർമ്മയാണ്, നിന്നെ കുറിച്ചുള്ള പേടിയാണ്. ഈ ഉത്തരവാദിത്വം റബ്ബേ നിന്റെ മുന്നിൽ ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ആശങ്കയാണ്. അതുകൊണ്ട് റബ്ബേ ഞാനത് പ്രവർത്തിച്ചത് നിന്റെ വജ്ഹിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്ത് വേണം? നാം അകപ്പെട്ട ഈ ദുരന്ത മുഖത്ത് നിന്ന് പടച്ച റബ്ബേ ഞങ്ങളെ നീ പരിരക്ഷിക്കണം. ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ റസൂൽ തന്റെ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുത്തു, അങ്ങനെ ആ പാറ അവരിൽ നിന്ന് മാറുകയും അവർ ആ ദുരന്ത മുഖത്ത് ഒരു മനുഷ്യനും രക്ഷക്കില്ലാത്ത ആ സമയത്ത് റബ്ബിന്റെ അദൃശ്യമായ സഹായം അവരിലേക്കുണ്ടാവുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇത്തരം രഹസ്യമായ ദാനധർമ്മങ്ങൾ, രഹസ്യമായ ആരാധനകൾ, ആരാരെയും കാണിക്കാതെ നാം നമ്മുടെ റബ്ബിനു വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഏതൊരു ദുരന്ത മുഖത്തും നമുക്ക് അഭയമാകും, നമുക്ക് സമാധാനമാകും. നാം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും ഒരു ദാനം കൊടുക്കുമ്പോ അവിടെ ക്യാമറകളിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എൻ്റെ നാട്ടുകാരറിയണം ഞാൻ ചെലവഴിച്ച 10,000-ന്റെ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ധർമ്മത്തിന്റെ, ഞാൻ സഹായിച്ച ആ വ്യക്തിയെ കുറിച്ച് 10 ആളുകൾക്കിടയിൽ എനിക്കൊരു മഹത്വം വേണമെന്ന് സാധാരണ മനുഷ്യർ ആഗ്രഹിച്ചു പോകും, അവർ ചിന്തിച്ചു പോകും. പക്ഷേ നാളെ പരലോകത്ത് അതിനൊരു പ്രതിഫലവുമില്ല. മരണാസന്നമാകുന്ന സമയത്ത് പോലും അതിന്റെ പേരിൽ നാം സങ്കടപ്പെടേണ്ടി വരും. ചരിത്രത്തിൽ നമുക്കറിയാം, ലോകത്ത് അറിയപ്പെട്ടിരുന്ന വലിയൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു കെവിൻ കാർട്ടർ എന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ക്യാമറയുമായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോ ഏതൊരു ചിത്രത്തെയും അദ്ദേഹം ഒപ്പിയെടുക്കും. ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനെ പ്രശസ്തനാക്കിയത് അദ്ദേഹം ഒപ്പിയെടുക്കുന്ന, ക്യാമറയിലൂടെ പകർത്തിയെടുക്കുന്ന ചിത്രങ്ങളായിരുന്നു. അദ്ദേഹം സുഡാനിലെ ദാരിദ്ര്യത്തിന്റെ വല്ലാത്ത പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സുഡാനിലേക്ക് പോയി. പക്ഷേ അദ്ദേഹത്തിന്റെ ക്യാമറ ഒപ്പിയെടുക്കാൻ പറ്റുന്ന ചിത്രങ്ങളൊന്നും കിട്ടാതെ മാനസികമായ പ്രയാസത്തിലായിരിക്കുമ്പോഴാണ് സുഡാനിലെ ദാരിദ്ര്യം എന്ന ഒരു ചെറിയ പെൺകുട്ടി വിജനമായ പ്രദേശത്തോടുകൂടി ഒരു ചിരിവെള്ളത്തിനു വേണ്ടി ഇഴഞ്ഞു നീങ്ങുന്നു. പക്ഷെ അതിനു സമീപം ഒരു കഴുകൻ ഈ കുട്ടി മരണപ്പെട്ടാൽ കൊത്തിയെടുക്കാൻ കാത്തിരിക്കുന്നു. ഈ ചിത്രം കെവിൻ കാർട്ടർ എന്ന ആ മനുഷ്യൻ ഒപ്പിയെടുത്തു. ആ ഒപ്പിയെടുത്തുകൊണ്ട് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചപ്പോ, വലിയ പത്രമാധ്യമങ്ങളിലൂടെ ഫ്രണ്ട് പേജിൽ വലിയ കവറിങ്ങോടുകൂടി വന്നപ്പോ, ഒരു ഭാഗത്ത് അറിയപ്പെടാതിരുന്ന ആ മനുഷ്യൻ വളരെ പ്രശസ്തനായി മാറി. ആ ചിത്രത്തിലൂടെ ലോകത്തിന്റെ അംഗീകാരങ്ങളും ആശീർവാദങ്ങളും കിട്ടി. ഒരിക്കൽ അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു വേദിയിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു പെൺകുട്ടി, 22 വയസ്സുള്ള പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, താങ്കൾ ആ ഫോട്ടോ ഒപ്പിയെടുക്കുമ്പോ അവിടെ ആ പെൺകുട്ടിയുടെ പിന്നീടുള്ള അവസ്ഥ എന്താണ്? അതെനിക്കറിയില്ല. എനിക്ക് ഫ്ലൈറ്റ് വരാനുള്ള ടൈമായി, ഞാൻ അവിടെ കടന്നുപോയി. അവിടെ എത്ര കഴുകനുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഒരു കഴുകനാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സമയം ആ പെൺകുട്ടി ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു, ഒരു കഴുകനല്ല, രണ്ടാമതൊരു കഴുകൻ. അയാൾ ക്യാമറയുമായിട്ട് ഒപ്പി
നടക്കുകയായിരുന്നു. ആ കഴുകനാണ് താങ്കളെന്ന് ആ പെൺകുട്ടി ധീരമായി പറഞ്ഞു കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ മാനസിക സംഘർഷത്തിൽ അകപ്പെട്ടു. 33 വയസ്സുകാരനായ കെവിൻ കാർട്ടർ എന്ന മനുഷ്യൻ പിന്നീട് ആത്മഹത്യയിലേക്ക് പോയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ പ്രകടനാത്മകത നമ്മുടെ മരണത്തോടടുക്കുമ്പോൾ നാം അതിൻ്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. നാം ചെയ്യുന്ന ധർമ്മങ്ങൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഭാര്യ അറിയാത്ത, നമ്മുടെ ഭർത്താവ് അറിയാത്ത, നമ്മുടെ മക്കൾ അറിയാത്ത ദാനധർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ ആരാധനകൾ ഉണ്ടാകണം. നാം നോമ്പുകാരാണെന്ന് സമൂഹം അറിയില്ല. ഓഫീസിലേക്ക് വരുമ്പോ, തൊഴിലിടങ്ങളിലേക്ക് വരുമ്പോ, ഓട്ടോറിക്ഷ ഓടിക്കുമ്പോ ആ പാവം സഹോദരൻ മഗ്‌രിബിന് മുമ്പ് വെള്ളം കുടിച്ച് നോമ്പ് തുറക്കും. തൻ്റെ കൂട്ടുകാരറിഞ്ഞിട്ടില്ല, തൻ്റെ ഓഫീസിലുള്ളവർ അറിഞ്ഞിട്ടില്ല, തൻ്റെ പള്ളിയിൽ അടുത്തു നിൽക്കുന്നവർ അദ്ദേഹം നോമ്പുകാരനാണെന്നറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് രഹസ്യ കർമ്മങ്ങൾ, രഹസ്യമായ ഇബാദത്തുകൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. നമുക്ക് തണലേകണം. പല മനുഷ്യരെ കുറിച്ചും മരണാനന്തരമാണ് പലപ്പോഴും അറിയുന്നത്. ആ ഉപ്പയുടെ ദാനധർമ്മങ്ങളെ കുറിച്ച്, ആ സഹോദരിയുടെ ദാനധർമ്മങ്ങളെ കുറിച്ച് സമൂഹം അറിയുന്നത് പലപ്പോഴും മരണാനന്തരമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ മരുമകൻ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ 2 മക്കളെ കുറിച്ച് നമുക്കറിയാം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അവർക്കൊരു മകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര്, ഉപ്പുപ്പയുടെ പേര് തന്നെ അലി എന്നാണ്. സൈനുൽ ആബിദീൻ എന്നൊരു പേരുമുണ്ട്. അദ്ദേഹം 19ഓളം വർഷം ജീവിച്ചിട്ട് ഒരു ദിവസം അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ, ആ പിതാവിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ മകനും 2 സുഹൃത്തുക്കളുമുണ്ട്. മയ്യത്ത് ഇങ്ങനെ കമഴ്ത്തി കിടത്തുമ്പോ ആ വെളുത്ത ശരീരത്തിലെ കറുത്ത പാട് കണ്ടിട്ട് സുഹൃത്തുക്കൾ ചോദിച്ചു, മോനെ, നിന്റെ ഉപ്പയുടെ കഴുത്തിൽ ഒരു കറുത്ത പാടുണ്ടല്ലോ മോനെ, എന്താണതെന്ന് ചോദിക്കുമ്പോ ആ മകനൊരു നിശബ്ദതയായിരുന്നു. എന്റെ ഉപ്പ ചെയ്ത രഹസ്യമായ കർമ്മങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ചിട്ട് എന്റെ ഉപ്പയ്ക്ക് ഖബറിലും പരലോകത്തും കിട്ടേണ്ട സൽക്കർമ്മങ്ങൾ, ആശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. ഒരു നിശബ്ദതയായിരുന്നു മറുപടി. 1 മാസക്കാലം കഴിഞ്ഞ് മദീനയുടെ ഭാഗങ്ങളിൽ സ്ത്രീകൾ പാത്രങ്ങളുമായി യാചിക്കുന്നത് കണ്ടിട്ട് അന്നത്തെ ഭരണാധികാരി അവരെ അറസ്റ്റ് ചെയ്തു. പോലീസുകാർ അറസ്റ്റ് ചെയ്ത് അവരെ കയ്യാമം വെച്ച് പോകുമ്പോ ആ സഹോദരിമാര് പറഞ്ഞത്, വർഷങ്ങളോളം, 10-20 വർഷങ്ങളോളം ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് ഒരു പാക്കറ്റ് ധാന്യം കൊണ്ടുവച്ചിട്ട് പോകും. ആരാണെന്നറിയില്ല. ആ ജനങ്ങൾ കരുതിയത് രാജ്യത്തിന്റെ റേഷനാണ് എന്നാണ്. ആ 20 വർഷം ഞങ്ങൾക്ക് കിട്ടിയ ആ ഗോതമ്പിന്റെ പാക്കറ്റ് 1 മാസക്കാലമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് അവർ ക്യാബിനറ്റ് കൂടി. ആരാണ് ആ സ്വകാര്യമായ വ്യക്തി? ലോകമറിയാതെ 20 വർഷക്കാലം സാധുക്കൾക്കു വേണ്ടി അവരുടെ വീടിന്റെ ഉമ്മറത്ത് ഗോതമ്പിന്റെ ധാന്യം കൊണ്ടുവച്ചു പോയ വ്യക്തി. അവിടെ ചർച്ചയായി. മഹാനായ ഈ പറഞ്ഞ അലി എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനുൽ ആബിദീൻ എന്ന ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി മരണപ്പെട്ടിട്ട് 1 മാസക്കാലമായി. അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ ഭാഗത്ത് ഒരു കറുത്ത പാടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, ആ സ്വഹാബി വര്യൻ, അദ്ദേഹം വലിയൊരു സമ്പന്നനായിരുന്നില്ല. പാവം സാധുവായ മനുഷ്യൻ അദ്ദേഹത്തിന് കിട്ടുന്ന വേതനത്തിൽ നിന്നും മിച്ചം പിടിച്ച് ദാനധർമ്മം ചെയ്യുമ്പോഴും, പാതിരാവിലെല്ലാ ജനങ്ങളും ഉറങ്ങുമ്പോഴും അദ്ദേഹം ഈ ദാനധർമ്മം ചെയ്യാൻ ഒരാളെയും ഒരു ഫേസ്ബുക്കിലും ഒരു വാട്സാപ്പിലും ഒരു സാമൂഹ്യ മാധ്യമത്തിലും എന്റെ ചിത്രം വരണ്ട, ഇന്നമാനുതുഇമുകും ലിവജ്ഹില്ല, എന്റെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ അവരെ ആഹരിപ്പിച്ചത്, ഞാൻ അവർക്ക് ദാനധർമ്മം നൽകിയത് ഇന്നമാനുതുഇമുകും ലിവജ്ഹില്ല, എന്റെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വിശ്വാസമാണോ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത്തരമൊരു പ്രകടനാത്മകത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഏതേത് കർമ്മങ്ങളും അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അവന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നാം പ്രവർത്തിച്ചാൽ മരണമാസന്നമാകുന്ന സമയത്ത്, സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ശ്വാസന തടസ്സം അനുഭവപ്പെടുമ്പോ നമുക്കൊരാത്മവിശ്വാസം ഉണ്ടാകും.
എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ